അതിൽ പാലോട് തമിഴ്നാടാണ് ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ്, ഇതൊരു തീക്കളിയാണ് എന്നൊരു പ്രതികരണം സ്റ്റാലിൻ നടത്തുകയുണ്ടായി. മാത്രമല്ല ഇന്നലെ അവിടെ MP-മാരുടെ യോഗം വിളിക്കുന്നുണ്ട്. എന്താണ് തമിഴ്നാട് ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം? ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ? കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, തമിഴ്നാടിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. പ്രാതിനിധ്യം അത്രയും വെട്ടിച്ചുരുക്കപ്പെടും എന്നുള്ളതാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. മണ്ഡല പുനർനിർണയ ബില്ലിൽ രോഷാഗ്നിയാണ് തമിഴ്നാട്ടിൽ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം വലിയ രൂപത്തിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. സ്മൃതി പറഞ്ഞതുപോലെ ഇന്നലെ അടിയന്തരമായി DMK-യുടെ ജില്ലാ അധ്യക്ഷന്മാരുടെയും MP-മാരുടെയും യോഗം വിളിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ കരിദിനം ആചരിക്കുകയാണ് DMK സഖ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DMK MK സ്റ്റാലിന്റെ ആഹ്വാനം നൽകിയിരിക്കുന്നത് എല്ലാ വീടുകളിലും കരിങ്കൊടി ഉയർത്തണം എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും പൊതുവിടങ്ങളിലും പരമാവധി കരിങ്കൊടി ഉയർത്തി ഒരു കരിദിനമായി ഈ ദിവസത്തെ ആചരിക്കണമെന്ന നിർദ്ദേശം, ആഹ്വാനം DMK നൽകിയിരിക്കുന്നു. ഈ ബില്ല് നിയമമായി വന്നു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാം നിര പൗരന്മാരായി തമിഴ്നാട്ടുകാർ മാറും എന്ന പ്രചരണവും ആരോപണവുമാണ് DMK മുന്നിൽ വെക്കുന്നത്. ദില്ലി സംഘം അവർ തമിഴ്നാട്ടുകാരെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉദയനിധി പറഞ്ഞു കഴിഞ്ഞു. ആ രൂപത്തിൽ DMK ഒന്നടങ്കം ഇതിനെ എതിർക്കുന്ന കാഴ്ച കാണുന്നു, കരിദിനം ആചരിക്കുന്നു. അതേസമയം TVK അധ്യക്ഷൻ വിജയും ഈ ബില്ലിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം നിര പൗരന്മാരായി കാണുകയും ദക്ഷിണേന്ത്യയെ ഒരു വിധത്തിൽ മാറ്റി നിർത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നിയമമാണ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് വിജയുടെ പ്രതികരണം. തമിഴ്നാട്ടുകാർ അടങ്ങിയിരിക്കില്ല എന്ന് തന്നെ വിജയും പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു ആളി കത്തിക്കുന്ന രൂപത്തിലേക്ക് DMK-യും TVK-യും പോകുന്നതാണ് നിലവിൽ കാണുന്ന കാഴ്ച. 10 മണിയോടുകൂടി പ്രതിഷേധ പരിപാടികൾ തുടങ്ങുമെന്ന് കരുതുന്നു. മാസ് റാലി, മാർച്ച് എന്ന നിലയിലല്ല, പകരം വീടുകളിൽ കരിങ്കൊടികൾ ഉയർത്തി കരിദിനം ആചരിക്കാനുള്ള ആഹ്വാനമാണ് DMK നൽകിയിരിക്കുന്നത്, സ്റ്റാലിൻ നൽകിയിരിക്കുന്നത്. ശരി, റാഹിസ് റഷീദിലേക്ക് കൂടി. റാഹിസ്, ഇപ്പോൾ കേരളവും മുഖ്യമന്ത്രിയും അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലാതെ തന്നെ കേന്ദ്രം ഏത് രൂപത്തിലാണ് ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ നൽകാത്തത് എന്നുള്ളത് കൃത്യമായി തന്നെ കേരളം പല ഘട്ടങ്ങളായി പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ തരത്തിൽ മണ്ഡല പുനർനിർണയം കൂടി വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വനിതാ സംവരണമല്ല ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിൽ തന്നെയല്ലേ മുഖ്യമന്ത്രിയും പ്രതികരിച്ചത്? റഹീസ്, സ്മൃതി, BJP-യുടെ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രതികരണമാണ് സംസ്ഥാനത്ത് നിന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി അത് ഇന്നലെ കൃത്യമായി പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് കേരളം പൊതുവായി ആശങ്കപ്പെടുന്നത് 2 തരത്തിലാണ് സീറ്റുകളുടെ നിർണയം ഉണ്ടാകാൻ സാധ്യത. ഒന്ന്, 50% സീറ്റുകൾ, നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് 50% കൂട്ടാനാണ് ഒരു സാധ്യത. അങ്ങനെ വന്നാൽ 20 സീറ്റുള്ള കേരളത്തിൽ അത് 30 സീറ്റായി മാറും. ഇനി ജനസംഖ്യ അനുസരിച്ചാണ് സീറ്റുകളുടെ എണ്ണത്തിൽ തീരുമാനമുണ്ടെങ്കിൽ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയുമെന്ന ആശങ്കയാണ് കേരളത്തിനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് പൊതുവായി പറയാനുള്ളത്. കാരണം കേന്ദ്ര സർക്കാർ കുടുംബാസൂത്രണമൊക്കെ കൊണ്ടുവന്ന് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി കേരളം എല്ലാ കാലത്തും നിന്നതാണ്. അതുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജനസംഖ്യ കുറവാണ്. കേന്ദ്രം പറഞ്ഞ ഒരു നിർദ്ദേശത്തിനനുസരിച്ച്, ഒരു പദ്ധതിക്കനുസരിച്ച് നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ജനസംഖ്യ കുറവാണ് എന്നതുകൊണ്ട് ഈ തരത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് പൊതുവായി എടുക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് എന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും തീരുമാനിക്കുക.